ഹലോ എല്ലാവർക്കും അപ്പോൾ ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ ഇവിടെ പട്ടിയാലയിൽ കുറച്ച് വല്യ ഫാമിലീസ് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളുടെ ഓണാഘോഷ പരിപാടി ഉണ്ട് ഇവിടെ കേട്ടോ. അങ്ങനെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് പേരൊന്ന് കലവറയിൽ കയറാനായിട്ട് വന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുടെ പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് പേര് പായസ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ കുറച്ച് ലേഡീസ് മാത്രം പോയിട്ട് നൈറ്റ് കിച്ചണിൽ പോയിട്ട്, അതായത് ഞങ്ങൾ പോയപ്പോൾ തന്നെ 7 മണി 8 മണിയായി. ഞങ്ങൾ പോയി ഒരു 11:30 വരെ ഞങ്ങളുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒന്ന് സെറ്റാക്കി വെച്ച് ഞങ്ങൾ പരിപ്പ് പായസത്തിനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ ചേട്ടന്മാർ എന്താ പറയുക, തേങ്ങയും കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റാക്കി തന്നു. പിന്നെ അങ്ങനെ എല്ലാവരും അവരെയും കൊണ്ട് വെക്കുന്ന രീതികളെല്ലാം ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ പരിപ്പ് പായസം ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ചെറുപൊരു പരിപ്പിൻ്റെ പായസം ആയതുകൊണ്ട് നമുക്ക് 200 പേർക്കുള്ള സദ്യയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ചെന്നിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് രാത്രി പോയിട്ട് കുറച്ച് ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ നമ്മളത് രാത്രി സേമിയ പായസത്തിൻ്റെയും പരിപ്പ് പായസത്തിൻ്റെയും ഒക്കെ സാധനങ്ങളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങളൊരു 5 ലേഡീസും ബാക്കി ചേട്ടന്മാരും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മളതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാനായിട്ട് പോയതാണിത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോഴത്തേനും സമയം 11:30 ആയി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ 5 ലേഡീസേ ഉള്ളായിരുന്നു മൊത്തം അവിടെ. ബാക്കി എല്ലാവരും അപ്പോഴത്തേനും പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ കലവറയ്ക്ക് കയറി കേട്ടോ. കലവറയ്ക്ക് കയറി ഞങ്ങൾ 5 ഇവിടെ കറക്റ്റ് എല്ലാം സെറ്റാക്കി വെച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 11:30 ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളവിടെ ചേട്ടന്മാരെല്ലാവരും കൂടി കൂടിയിട്ടാണെങ്കിൽ അത്തപ്പൂ, നാളത്തിനുള്ള വെള്ളം, പിന്നെ തേങ്ങ കാര്യങ്ങൾ, കുറച്ച് ഇലയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേര് ഇല കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ നാളത്തേനുള്ള ഒരുവിധ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പകുതി ആൾക്കാർ ഈ പ്രാവശ്യമില്ല. ഈ പ്രാവശ്യം എല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് പഴയ ആൾക്കാരും കുറച്ച് പുതിയ ആൾക്കാരും കൂടെ ചേർന്നിട്ട് ഞങ്ങളിതിൻ്റെ 38 ഫാമിലീസോളം ഉണ്ട് കേട്ടോ. ഈ 38 ഫാമിലീസും പിന്നെ കുറച്ച് സിംഗിൾ മെമ്പേഴ്സും ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഒരു ഹാള് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ ഓണാഘോഷം നടത്താറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 2 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഓണാഘോഷിക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. പല സ്ഥലത്തുള്ള പല ആൾക്കാർ, പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാർ, നമ്മൾ എല്ലാം മലയാളീസ് അവിടുന്ന് ഇവിടുന്ന് ഞങ്ങൾ പലരും നല്ല ദൂരത്തിലാണ് താമസിക്കുന്നത്. എങ്കിലും ആവശ്യം വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒത്തുചേരുക കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഇത്രയും ദിവസം ഞങ്ങളുടെ ഡാൻസ് ടീച്ചറുണ്ട് അതിനകത്തൊരു. അപ്പോൾ ഡാൻസ് ടീച്ചർ കുട്ടികളെയൊക്കെ ഡാൻസ് പഠിപ്പിച്ചു, ലേഡീസിനെ ഡാൻസ് പഠിപ്പിച്ചു. അവൾ ശരിക്കും കഷ്ടപ്പെട്ടു കേട്ടോ. അവളാണ് എല്ലാവരും ഡാൻസ് എല്ലാം പഠിപ്പിച്ചു. എല്ലാവരും പ്രാക്ടീസിന് പോയി. അപ്പം നാളെ നമുക്ക് ഓണം